നമസ്കാരം. പ്രധാന വാർത്തകൾ. പാനൂരിനടുത്ത് പത്തായക്കുന്നിൽ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയ തൊഴിലാളിക്ക് ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പുതുജീവൻ. അപകടത്തിൽപ്പെട്ടത് ചെറുവാഞ്ചേരി കണ്ണവത്തെ പ്രഭു. കനത്ത മഴയിൽ വെള്ളം കയറി ചെറുപുഴയ്ക്ക് സമീപം ഫാമിലെ 6300ഓളം കോഴികൾ ചത്തു. 39 ചാക്ക് കോഴിത്തീറ്റ ഒഴുകിപ്പോയി. തലശ്ശേരി നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ കൂട്ടായ്മ ചേറ്റംകുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്നു. 26 അസോസിയേഷനുകളിൽ നിന്നായി 54 പ്രതിനിധികൾ പങ്കെടുത്തു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ജീവനക്കാർ സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധം. NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ കണ്ണൂർ DMO ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. പാനൂരിനടുത്ത് പത്തായക്കുന്നിൽ മരം മുറിക്കുന്നതിനിടെ തൊഴിലാളി അപകടത്തിൽപ്പെട്ടു. ചെറുവാഞ്ചേരി കണ്ണവത്തെ പ്രഭുവാണ് മരത്തിനു മുകളിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സിന്റെ സാഹസിക രക്ഷാപ്രവർത്തനത്തിൽ പ്രഭുവിന് പുതുജീവൻ ലഭിച്ചു. പാട്യം പത്തായക്കുന്നിൽ തിങ്കളാഴ്ച നടന്നത് നിമിഷങ്ങൾക്കകം ആശങ്ക പരത്തിയ സംഭവങ്ങളാണ്. മരം മുറിക്കുന്നതിനിടെ ചെറുവാഞ്ചേരി കണ്ണവം ഉന്നതിയിലെ പ്രഭു ഉയരത്തിൽ കുടുങ്ങുകയായിരുന്നു. താഴെയിറങ്ങാൻ കഴിയാതെ അപകടാവസ്ഥയിൽ പെട്ടതോടെ നാട്ടുകാർ ഉടൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി അതിവേഗം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പ്രത്യേക സുരക്ഷാ കയറുകളും മറ്റ് രക്ഷാസാമഗ്രികളും ഉപയോഗിച്ച് സാഹസികമായി മരത്തിലേക്ക് കയറിയ ഉദ്യോഗസ്ഥർ പ്രഭുവിനെ സുരക്ഷിതനായി താഴെയിറക്കി. രക്ഷാപ്രവർത്തനം പൂർത്തിയായതോടെ നാട്ടുകാർ ഫയർഫോഴ്സ് സംഘത്തെ അഭിനന്ദിച്ചു. സംയോജിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കാൻ സഹായിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കനത്ത മഴയിൽ വെള്ളം കയറി ചെറുപുഴയ്ക്ക് സമീപം മീൻതുള്ളിയിലെ PR സൂര്യ എന്ന സംരംഭകയുടെ കേരള ചിക്കൻ ഫാമിലെ 6300 കോഴികൾ ചത്തു. ഇതിനു പുറമെ 39 ചാക്ക് കോഴിത്തീറ്റ ഒഴുകിപ്പോയി. കുടുംബശ്രീയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വളർച്ചയെത്തിയ ശേഷം കുടുംബശ്രീക്ക് തന്നെ തിരിച്ചു നൽകുന്ന ബൈബാക്ക് വ്യവസ്ഥയിലായിരുന്നു ഫാം നടത്തിയിരുന്നത്. പുതുതായി തുടങ്ങിയ ഫാമിലെ പൂർണ്ണ വളർച്ചയെത്തിയ കോഴികളാണ് ചത്തത്. കോഴികളുടെ വില, തകർന്ന ഷെഡ്, നശിപ്പിക്കപ്പെട്ട തീറ്റപാത്രങ്ങൾ, മോട്ടോർ പമ്പ് എന്നിവയുൾപ്പെടെ സംരംഭകയ്ക്ക് 3 ലക്ഷം രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കുന്നുണ്ട്. കുടുംബശ്രീക്ക് 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് കണക്കാക്കുന്നത്. സംഭവസ്ഥലം ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി S. എന്നിവരടങ്ങിയ സംഘം സന്ദർശിച്ചു. തലശ്ശേരി നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ കൂട്ടായ്മ ചേറ്റംകുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്നു. ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ 26 അസോസിയേഷനുകളിൽ നിന്നായി 54 പ്രതിനിധികൾ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് K. ദേവദാസൻ റെസിഡന്റ് അസോസിയേഷൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. 10 വർഷം മുന്നേ കണ്ണൂരിൻ്റെ വികസന മുന്നേറ്റത്തിന് എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ CP ദാമോദരൻ്റെ രക്ഷാധികാരിയായി കണ്ണൂർ അന്നത്തെ FM സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ ബാലേന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ കണ്ണൂരിൽ അറിയപ്പെടുന്ന കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി. ആ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഇന്ന് ഏകദേശം 150ഓളം റെസിഡൻസ് അസോസിയേഷൻ അഫിലിയേഷൻ എടുത്തിട്ടുണ്ട്. കൂടാതെ പല സ്ഥലങ്ങളിലും രൂപീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജില്ലയുടെ പ്രധാനപ്പെട്ട താലൂക്ക് കേന്ദ്രങ്ങളിൽ നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെയും നിർദ്ദേശാനുസരണമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ 5 താലൂക്കുകളിൽ നാം കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ആലോചന നടത്തിയത്. എന്തു തന്നെയായാലും നമുക്ക് അതിനൊരു തുടക്കം കുറിക്കാൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്നും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ജില്ല കണ്ണൂരാണെങ്കിലും തലശ്ശേരിയിൽ വെച്ച് തുടക്കം കുറിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു മീറ്റിംഗാണ്. റെസിഡന്റ് അസോസിയേഷനുകളുടെ പ്രസക്തിയും പ്രവർത്തനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി
KP മുരളീകൃഷ്ണൻ യോഗത്തിൽ വിശദീകരിച്ചു. റെസിഡന്റ് അസോസിയേഷനുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകുക, ഗവൺമെന്റ് തലത്തിലും തദ്ദേശ ഭരണ സമിതി മുഖേനയും നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിലും സെമിനാറുകളിലും ആലോചനാ യോഗങ്ങളിലും റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളെ ഉൾപ്പെടുത്തുക, വാർഡുകളിൽ കൂടുതൽ തുക അനുവദിച്ച് റോഡുകൾ, തോടുകൾ, കുളങ്ങൾ എന്നിവ സംരക്ഷിക്കുവാനും ശുചിത്വ പൂർണ്ണമാക്കാനും പ്രത്യേക പദ്ധതി തയ്യാറാക്കുക മുതലായ പ്രമേയം യോഗം അംഗീകരിച്ച് സർക്കാരിനെ അറിയിച്ചു. ഫെറ ട്രഷറർ C. ദിനേന്ദ്രൻ, ഫെറ എക്സിക്യൂട്ടീവ് അംഗം P. സുരേഷ് കുമാർ, CRA ഓഡിറ്റർ E. ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ഫെറ രക്ഷാധികാരി PV സദാനന്ദൻ സ്വാഗതവും CRA സെക്രട്ടറി നന്ദിയും പറഞ്ഞു. വ്യാപാര വ്യവസായ മേഖലകൾക്ക് കരുത്തു പകരാൻ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കണമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന യോഗത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് ജോബി B. ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വളരെ വലിയ രീതിയിൽ തന്നെ നമ്മുടേതായ ആവശ്യങ്ങൾ പറയാനുള്ള വേദികൾ ഉണ്ടാകണം. അതിനാണ് സംഘടന നിലകൊള്ളുന്നത്. നമ്മുടേതായ ആവശ്യങ്ങൾ നമുക്ക് വലിയ ആവശ്യങ്ങളല്ല, സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന തരത്തിലുള്ള അവകാശങ്ങൾ വ്യാപാര സമൂഹത്തിനും ലഭിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ജില്ലകളിലും തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ മാസത്തിൽ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പോടുകൂടി പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ തന്നെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിന്റെ ശക്തമായ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകും. നല്ല ചുറുചുറുക്കോടുകൂടി പ്രവർത്തിക്കാവുന്ന ശക്തരായ നേതാക്കളോടുകൂടി യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ എന്ന നമ്മുടെ സംഘടന വെന്നിക്കൊടി പാലിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ നിലകൊള്ളും. അതിനൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സംഘടനയുടെ നിയമാവലി അനുസരിച്ച് തന്നെ. ജില്ലാ പ്രസിഡന്റ് TF സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK ഹെൻറി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബഷീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബുഷറ ചിറക്കൽ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷിനോജ് നരിത്തൂക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ യോഗത്തിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി ഗോകുൽദാസ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധം. NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ കണ്ണൂർ DMO ഓഫീസ് ഉപരോധിച്ചു. KV സുമേഷ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. LDF ഭരിക്കുന്ന കാലത്തും ഗവൺമെന്റുകൾ വന്ന കാലത്തും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞങ്ങളാരും പറയുന്നു. പക്ഷെ ഇത് അങ്ങേയറ്റം ഒരാളെ ദ്രോഹിക്കുക, ഒരു പീഡിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുക. അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് ഗുണമാണോ എന്നുള്ളത് അവരാലോചിക്കേണ്ടത്. തീർച്ചയായും വളരെ വളരെ ശരിയല്ലാത്ത നിലയിലാണ് ഗ്രേഡ് 2 ജീവനക്കാരെ ഈ ജില്ലയുടെ തലങ്ങും വിലങ്ങും നിങ്ങളുടെ മുദ്രാവാക്യത്തിൽ വിളിച്ച പോലെ കാലവർഷക്കെടുതി അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രത്യേകമായ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി അതാത് സ്ഥലത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലാണ് ഇവിടെ യൂണിയൻ നേതാക്കന്മാരും പറഞ്ഞു സംസാരിക്കുമ്പോൾ അവർ മാറ്റത്തിനൊന്നും എതിരല്ല. പക്ഷെ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കുറേയധികം ശരിയല്ലാത്ത രീതികൾ ഇതിൽ കാണും.
NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ നേതാക്കളായ AM സുഷമ, PR സ്മിത, K രഞ്ജിത്ത്, TV പ്രതീഷ് എന്നിവർ സംസാരിച്ചു. K ഷീബ, KP വിനോദൻ, M അനീഷ്, PP അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വർഷത്തിൽ തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കണമെന്നും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നയത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മൊകേരി ഈസ്റ്റ് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായി റിട്ടയർ ചെയ്തിട്ടുള്ള ക്ഷേമനിധി അംഗങ്ങളുടെ അതിവർഷാനുകൂല്യം കുടിശ്ശിക വരുത്താതെ പൂർണ്ണമായും കൊടുത്തു തീർക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം ഷാജി കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. OK സുധൻ അധ്യക്ഷത വഹിച്ചു. B വത്സൻ മാസ്റ്റർ സ്വാഗതവും KP ബീന നന്ദിയും പറഞ്ഞു. ഏരിയ സെക്രട്ടറി A രാജീവൻ, ഏരിയ വൈസ് പ്രസിഡന്റ് VP ഷൈനി, ഏരിയ കമ്മിറ്റി അംഗം A പ്രദീപൻ, KP ശശീന്ദ്രൻ, TP രാജൻ, K രാഘവൻ, M രചന, K രചില, M ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി V വത്സൻ മാസ്റ്ററെയും വൈസ് പ്രസിഡന്റായി M ബിന്ദുവിനെയും സെക്രട്ടറിയായി OK സുധനെയും ജോയിന്റ് സെക്രട്ടറിയായി പ്രസന്ന ദേവരാജനെയും തിരഞ്ഞെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂരോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ
വാഷ്റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. SPC ദിനത്തിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം നേരിട്ട് കാണാനും പോലീസുകാരുമായി സംവദിക്കാനും കുട്ടികൾ സ്റ്റേഷനിൽ നേരിട്ടെത്തി. പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകളാണ് പിണറായി പോലീസ് സ്റ്റേഷനിലെത്തി പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടത്. ലോക്കപ്പ് CCTV ക്യാമറ സിസ്റ്റം, FIR തയ്യാറാക്കുന്ന വിധം, പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾ, പോലീസ് സേന ഉപയോഗിക്കുന്ന ക്രമസമാധാന പാലന ഉപകരണങ്ങൾ തുടങ്ങിയവ നേരിട്ട് കാണാൻ കഴിഞ്ഞത് കുട്ടികൾക്കും വേറിട്ട അനുഭവമായി. വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ സംബന്ധിച്ച് പിണറായി സബ് ഇൻസ്പെക്ടർ P. വികാസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഡ്രിൽ ഇൻസ്ട്രക്ടർ K. ശ്രുതി, വിനോദൻ മേപ്പാട്, സിവിൽ പോലീസ് ഓഫീസർമാരായ VK ജിജീഷ്, K. ജിനേഷ്, P. മിഥുൻ രാജ്, P. സഗീഷ്, A. ഗിരീഷ്, V. രമ്യ എന്നിവരുമായി കുട്ടികൾ സംവദിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം ജനമൈത്രി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ജനത്തിൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാന്നുള്ളതാണ് പോലീസിന്റെ കൃത്യമായ ചുമതല. നമുക്കറിയാം ആയുധപുരാന്ന് പറയും. അതായത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ E. പ്രവിത്ത്, K. സിതാര എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ സ്റ്റേഷനിലെത്തിയത്. കേഡറ്റുകളായ MK അനുഷ്ക, M. താലിഷ് കൃഷ്ണ, M. നൈവിക, പയനീർ കാഡറ്റുകളായ C. ദേവദത്ത്, N. ശ്രിധിയ, M. നന്ദകിഷോർ, K. P. ഷാരിദ് എന്നിവർ സംസാരിച്ചു. കേക്ക് മുറിച്ചും കുട്ടികൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചുമാണ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയത്. ബാലസംഘം എരഞ്ഞോളി വില്ലേജ് സമ്മേളനം എരഞ്ഞോളി ചുങ്കത്ത് നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ തരം മണ്ണ് വെച്ചിരിക്കുകയാണ്. ഇത് ചെങ്കൽ മണ്ണ് 75% നമ്മുടെ നാട്ടിലെ മണ്ണാണ്. ആ കുട്ടി വിവരിക്കുകയാണ്, ഈ വിൽപ്പനക്കാരിയായോട് വിവരിക്കുകയാണ്. ആ വിവരിക്കുന്ന മണ്ണ് അച്ഛൻ വാങ്ങണം. അപ്പൊ ഇന്ന് ഭയങ്കര അമ്മയുടെ ഫോൺ കോൾ, എന്താ പോണേ, മണ്ണ് വാങ്ങാൻ ഇങ്ങോട്ട് വരണ്ടേ, നാളെ മോന്റെ പ്രൊജക്റ്റാണ്, പ്രൊജക്റ്റിന് വർക്ക് എക്സ്പീരിയൻസ് കൊണ്ടുപോകേണ്ട സാധനമാണ്, ഉടനെ എത്തിക്കൊള്ളണമെന്ന്. അപ്പൊ ഓഫീസിൽ വിട്ടു വരുമ്പോൾ അയാൾ തിരക്കപ്പെട്ടിട്ടാണ് ഈ മണ്ണ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മണ്ണ് വാങ്ങി ഓരോ മണ്ണും ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലെത്തുകയാണ്. അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള സാധനം ഇപ്പൊ നമുക്ക് എന്ത് നമ്മൾ ChatGPT കിട്ടും അല്ലേ? നിങ്ങളെ മൊബൈലിൽ ChatGPT അടിച്ചു നോക്കിയാൽ എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പൊ ഇതിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അമ്മ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ മണ്ണ് കൊണ്ടുവരുന്നത്. അപ്പം അച്ഛന് കുറെ ഓർമ്മകളാണ്. പണ്ട് മണ്ണ് കളിച്ചതൊക്കെ അച്ഛന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. വെള്ളത്തിൽ കളിച്ചതും മണ്ണിൽ കളിച്ചതും. അപ്പോഴത്തെ അമ്മ എന്ത് ചെയ്താലോ അടുക്കളയിൽ പോയിട്ട് 2 ഗ്ലൗസ് എടുത്തിട്ടു, കയ്യിൽ ഗ്ലൗസിലിട്ടു. മോനെ എടുത്ത് മണ്ണ് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ മണ്ണ് തൊടല്ലേ ഗ്ലൗസിലിടണം. അങ്ങനെ മണ്ണ് ഗ്ലൗസിലിട്ട് ഇട്ടിട്ട് മണ്ണ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ നാളെ കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ പഠിപ്പിച്ച്. അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അവന്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനാ റിപ്പോർട്ട് ഏരിയ പ്രസിഡന്റ് T. ശ്രീരാഗ് അവതരിപ്പിച്ചു. ഏരിയ കൺവീനർ P. സുജിത്ത്, ക്യാമ്പിൽ മനോജ് എന്നിവർ സംസാരിച്ചു. C. ഹരീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. KSRTC ബസ്സിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്ന്
ചോനാടം അണ്ടർപാസ് ഉണ്ടാക്കുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നും പ്രമേയം അവതരിപ്പിച്ചു. ഭാരവാഹികളായി പി ആതിരയെ പ്രസിഡന്റായും സി അവന്തികയെ സെക്രട്ടറിയായും കാമ്പിൽ മനോജിനെ കൺവീനറായും സമ്മേളനം തിരഞ്ഞെടുത്തു. മുൻ MLA എൻ ഷംസീറിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കടപ്പുറം മൊത്ത മത്സ്യ മാർക്കറ്റിൽ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമായി. നിരവധി ആളുകൾ സംബന്ധിച്ചു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മൊത്ത മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ടും ചെറുകിട മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പദ്ധതികളിൽ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഏതായാലും കഴിഞ്ഞ MLA ആയ ഷംസീറും ഫൈസലും കൂടി നേടിയെടുത്ത പ്രശ്നമാണ് ഈ ഹൈമാസ് ലൈറ്റ്. വാർഡ് കൗൺസിലർ ഷഹനാസ് മൻസൂർ അധ്യക്ഷത വഹിച്ചു. TK ജമാൽ, SA ബഷീർ, ഫൈസൽ പുനത്തിൽ, AK ഇക്ബാൽ, CKP റയീസ്, TP നൌഷാദ്, TK അഷ്റഫ്, മുസഫിർ മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് HSS നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ M ഭാസ്കരൻ നഗറിലാണ് സമ്മേളനം നടന്നത്. ജില്ലാ പ്രസിഡന്റ് P വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട ഹോട്ടൽ നടത്തുന്നവർ, ബേക്കറി നടത്തുന്ന ആളുകൾ സാധനം വാങ്ങുമ്പോൾ ജനങ്ങളുമായി അടുത്തിടപെടുകയും വിലക്കയറ്റം അവർ തമ്മിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത്, ലോകത്തെ തന്നെ 5ാമത്തെ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഈ ഒരു 2 മാസക്കാലം അല്ലെങ്കിൽ 3 മാസക്കാലം സബ്സിഡി കൊടുത്തുകൊണ്ട് പാചകവാതകത്തിന്റെ സബ്സിഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. ഇപ്പോൾ പല നിലയിലും വിലക്കയറ്റം, എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വ്യാപാര മേഖല എങ്ങനെ ബാധിക്കും? വ്യാപാര മേഖലയെ വല്ലാതെ ബാധിക്കുന്നത്. ചെറുകിട വ്യവസായ മേഖല, വ്യാപാര മേഖലയെല്ലാം വലിയ നിലയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം, ആ സാമ്പത്തിക പ്രതിസന്ധി ഈ മേഖലയെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവർ കൈമലർത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. ഏത് ഗവൺമെന്റ് ആയി കഴിഞ്ഞാലും, ഏത് നിലയിലായി കഴിഞ്ഞാലും നമ്മുടെ സംഘടനകൾക്ക് പ്രവർത്തിക്കുന്ന വ്യാപാരികളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം, അവർ തൊഴിൽ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ളത്. സ്വാഗത സംഘത്തിനു വേണ്ടി KD ഗൗതമൻ സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് KP സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KP സനിൽകുമാർ, മുള്ളോർ സുരേന്ദ്രൻ, MC പ്രീത എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. PP ഇസ്മയിൽ അനുശോചന പ്രമേയവും ഏരിയ സെക്രട്ടറി P പ്രമോദ് പ്രവർത്തന റിപ്പോർട്ടും CP റഷീദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഉന്നത വിജയം നേടിയ SSLC+2 വിജയികളെയും സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ഡോക്ടർ സൈനുൽ ഹക്കിനെയും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പവിന കാരായി ആദരിച്ചു. സുരേഷ് കണ്ടങ്കോവിൽ, KV മനോഹരൻ, PV രാമകൃഷ്ണൻ, E മോഹനൻ, P റോജ, K ദിനേശൻ എന്നിവർ സംസാരിച്ചു. പാനൂർ യങ് മൈൻഡ്സ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് പാനൂരിൽ നടന്നു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. PK പ്രവീൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലാഭത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സേവനം എന്ന നിലയിൽ ഇതേപോലത്തെ പരിപാടികൾക്ക് മുൻതൂക്കം കൊടുത്ത് മുമ്പോട്ട് വരുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്യാമ്പിനാണ് യങ് മൈൻഡ്സ് ഇന്ത്യ മുമ്പോട്ട് വന്നത്. പ്രത്യേകിച്ച് കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറകളെ സംബന്ധിച്ചിടത്തോളം അവർ മൊബൈലിലേക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് തന്നെ ഏറ്റവും കൂടുതൽ പുതിയ വിദ്യാർത്ഥികളും യുവതലമുറകളും കണ്ണടയില്ലാത്ത അവരുടെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ മേഖലയും IT മേഖലയിലേക്ക് പോകുമ്പോഴും അവർക്ക് അത്യാവശ്യമായി കണ്ണട ആവശ്യമായി വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണിൻ്റെ സ്ട്രെയിൻ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരമായി കഴിഞ്ഞാൽ കൃത്യമായി ഒരു 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന സീരിയലുകൾ കാണാനുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു വന്നത്. അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാണ്. ഇതെല്ലാം വരുമ്പോൾ കണ്ണിൻ്റെ പരിശോധന കൃത്യമായി നടത്തിയാൽ മാത്രമേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. യങ് മൈൻഡ്സ് പാനൂർ പ്രസിഡന്റ്
കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൺട്രസ്റ്റ് ആശുപത്രി PRO അരവിന്ദൻ പദ്ധതി വിശദീകരിച്ചു. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ പ്രസിഡിയം മെമ്പർ കെ രാജൻ, ഇന്റർനാഷണൽ പ്രോഗ്രാം കൺവീനർ എ നാസർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ TP പവിത്രൻ മാസ്റ്റർ സ്വാഗതവും രഞ്ജിത്ത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ 200ഓളം പേർ പങ്കെടുത്തു. 42 പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ ആവശ്യമെന്ന് കണ്ടെത്തി. ഈ മാസം സൗജന്യ ശസ്ത്രക്രിയ കോൺട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് നടക്കും. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ചൊക്ലി ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കം. കിടഞ്ഞി UP സ്കൂളിൽ നടന്ന ചെസ് മത്സരത്തോടെയാണ് തുടക്കമായത്. ചൊക്ലി ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങൾക്ക് കിടഞ്ഞി UP സ്കൂളിൽ ആവേശകരമായ തുടക്കം. കിടഞ്ഞി UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹമീദ് പോട്ടേരി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് സമീർ രേരോത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക തുഷൈബ ടീച്ചർ സ്വാഗതം പറഞ്ഞു. സുധാകരൻ മാസ്റ്റർ, ഉദയൻ മാസ്റ്റർ, G മഹറൂഫ്, സനൽ മാസ്റ്റർ, A അബ്ദുൽ ജലീൽ, റഫീഖ്, ശ്രുതി എന്നിവർ സംസാരിച്ചു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിയ വിദ്യാർത്ഥികൾ ചെസ് മത്സരത്തിൽ മാറ്റുരച്ചു. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച മത്സരാർത്ഥികൾ കായിക മികവിന്റെ തുടക്കമെന്ന നിലയിൽ ശ്രദ്ധേയരായി. ചൊക്ലി ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങളുടെ വിവിധ ഇനങ്ങൾ വരും ദിവസങ്ങളിൽ ഉപജില്ലയിലെ വിവിധ വേദികളിലായി നടക്കും. 2026-27 വർഷത്തെ ചൊക്ലി ഉപജില്ലാ കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഗെയിംസ് മത്സരങ്ങളിലൂടെയാണ്, ഇന്നത്തെ മത്സരത്തോടു കൂടിയാണ് ഈ വർഷത്തെ കായികമേളയുടെ ആദ്യത്തെ ഇനമാണ് ചെസ് മത്സരം. സ്വാഭാവികമായിട്ടും നമ്മൾ അറിയുന്നത് പോലെ വിവിധ ഇടങ്ങളിൽ വെച്ചിട്ടാണ് ചൊക്ലി AUയുടെ നേതൃത്വത്തിൽ ഈ ഗെയിംസ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പുസ്തക സമാഹരണത്തിന് പുത്തൻ മാതൃകയുമായി പിണറായി വെസ്റ്റ് C മാധവൻ സ്മാരക വായനശാല.
പുസ്തകപ്പുര നിറയ്ക്കാൻ നാടൊരുങ്ങി. പുസ്തകപ്പയറ്റിലൂടെ പുസ്തക സമാഹരണത്തിന് നൂതന മാതൃക സൃഷ്ടിച്ച ശ്രദ്ധേയരായ പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല പുസ്തകപ്പുര നിറയ്ക്കൽ എന്ന പുതിയ പുസ്തക സമാഹരണ പദ്ധതിയുമായി രംഗത്ത്. വീടുകളിലെ ചില്ലിട്ട അലമാരയിൽ അലങ്കാരമായി സൂക്ഷിക്കുമ്പോൾ അല്ല, വായനക്കാരന്റെ കൈകളിലെത്തുമ്പോഴാണ് പുസ്തകങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത് എന്ന സന്ദേശവുമായാണ് ആഗസ്റ്റ് 2 മുതൽ ആഗസ്റ്റ് 9 വരെ പുസ്തക സമാഹരണം നടത്തുന്നത്. പുസ്തകപ്പുര നിറക്കലിന്റെ ഉദ്ഘാടനം പിണറായി വെസ്റ്റിലെ സങ്കീർത്തനം എന്ന വീട്ടിനകത്ത് നടന്ന ചടങ്ങിൽ വെച്ച് ഷീല ടീച്ചറിൽ നിന്നും 100 പുസ്തകങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ നാട്ടിലൊക്കെ ഒരു ചർച്ച ഈ ലൈബ്രറി ആരംഭിച്ച ഘട്ടത്തിലുള്ള അങ്ങനെ ഒരു നല്ല കാര്യം ചർച്ച ചെയ്യുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പയറ്റിപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ പയറ്റിൽ തന്നെ നമ്മളൊരു കേരളീയം. ആ പയറ്റ് യുദ്ധമുറകളാണെങ്കിൽ ഇവിടെ പ്രത്യേക ഒരു തലത്തിലാണ് കൈവരുന്നത്. വായനയുടെ ഒരു സംസ്കാരം. കെ പി രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, കെ സനൽകുമാർ, കെ ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുകുന്ദൻ മഠത്തിൽ വി പ്രദീപൻ, ധർമ്മടത്തെ മാലതി എന്നിവരും വായനശാലയ്ക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകി. പുസ്തകപ്പുര നിറക്കലിലൂടെ 1000 പുസ്തകങ്ങൾ ശേഖരിക്കാനാണ് വായനശാല ലക്ഷ്യമിടുന്നത്. നീളാമംഗലപുരം ശ്രീകൃഷ്ണദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് മാസത്തെ തന്ത്രിപൂജയും മഹാഗണപതി ഹോമവും നടത്തി. വഴിപാട് കൗണ്ടർ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ഷേത്രം തന്ത്രിയും ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് മിനീഷ് മഞ്ചുവില്ല വഴിപാട് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു നിറമുറിച്ച് കർമ്മം ചെയ്യാൻ കൂടിയിട്ട് അനുഗ്രഹം കിട്ടി. അത് ഇവിടുത്തെ നാട്ടിൻ്റെ കമ്മ്യൂണിറ്റി ആൾക്കാണ്. അതേപോലെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരിക, എല്ലാ ദിവസവും വരാൻ. കതിരൂർ കൃഷ്ണൻ മാസ്റ്റർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ഈശ്വരൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ആ പരമാത്മാവിന്റെ ഒരു ചെറിയ ജീവശക്തിയാണ് നമ്മളെല്ലാം. പ്രപഞ്ചാത്മാവിന്റെ ബന്ധപ്പെട്ടതാണ് ഇവിടെ നിൽക്കുന്ന ഉൾക്കൊടികളുമെല്ലാം. അതെല്ലാം ഈശ്വരാംശമുണ്ട്. അപ്പൊ അതെല്ലാം ഈശ്വരനോട് ബന്ധപ്പെട്ട് ഈ യൂട്യൂബർ ശ്രീനി ആലക്കോട് ക്ഷേത്രവിശേഷങ്ങൾ ചാനലിലേക്ക് പകർത്തി. നിരവധി ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂരിനടുത്ത് പത്തായക്കുന്നിൽ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയ തൊഴിലാളിക്ക് ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പുതുജീവൻ. അപകടത്തിൽപ്പെട്ടത് ചെറുവാഞ്ചേരി കണ്ണവത്തെ പ്രഭു. കനത്ത മഴയിൽ വെള്ളം കയറി ചെറുപുഴയ്ക്ക് സമീപം ഫാമിലെ 6300ഓളം കോഴികൾ ചത്തു. 39 ചാക്ക് കോഴിത്തീറ്റ ഒഴുകിപ്പോയി. തലശ്ശേരി നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ കൂട്ടായ്മ ചേറ്റംകുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്നു. 26 അസോസിയേഷനുകളിൽ നിന്നായി 54 പ്രതിനിധികൾ പങ്കെടുത്തു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ജീവനക്കാർ സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധം. NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ കണ്ണൂർ DMO ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.